ദൈവമേ, ഒരു കുറവും വരുത്തരുതേ. അറബിക്കടലിൽ ഇളകി വരുന്ന പോലെ കസ്റ്റമറെ ഇങ്ങോട്ട് കയറ്റി വിടണേ. ഒറ്റ ദിവസം കൊണ്ട് എന്റെ പെട്ടി നിറച്ചു തരണേ. സാറേ സാറേ എനിക്കൊന്ന് പോണം സാറേ, ഒന്ന് അഴിക്ക സാറേ, ഒന്ന് പോണം സാറേ. എവിടെ പോണം സാറേ? നാണാവൂലടാ. എന്താ സാറേ? എടാ എന്ത് ബാത്റൂമാടാ, എന്ത് വൃത്തികെട്ട ബാത്റൂമാടാ, എന്ത് സ്മെല്ലാടാ. എന്നിട്ട് അതിനകത്ത് പോകാൻ നടക്കണം. എന്താ സാറേ ഇപ്പൊ ഇതിന് ഇത് മേടിച്ചിട്ട് 2 ദിവസം കഴിച്ച് മറച്ചു വിട്ടിട്ട് പൈസ ഉണ്ടാക്കാനൊന്നും അല്ലല്ലോ. എന്റെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത, ഒട്ടുമേ ആവശ്യമില്ലാത്ത 2 വസ്തുക്കൾ അവിടെ നമ്മൾ കളയുന്നു, അല്ല വേറെ. എടാ ആറ്റി കളഞ്ഞാൽ അളന്ന് കളയണമെന്നാണ്. എന്തൊക്കെയാ സാർ ഈ പറയുന്നത്? ഒന്ന് വിട് സാറേ. വേണ്ട വേണ്ട വേണ്ട, പോവാ. എടാ ഒരു 10 മിനിറ്റും കൂടി നടന്നു കഴിഞ്ഞാൽ കോടതി എത്തും. കോടതി എത്തി കഴിഞ്ഞാലല്ല അവിടെ നല്ല ടൈലൊക്കെ ഇട്ട് അടിപൊളി ടോയ്ലറ്റ് ഉണ്ട്, ജഡ്ജൊക്കെ പോണത്. നിനക്ക് അവിടെ പോവാടാ. സാറേ ഒന്ന് വിട് സാറേ, ഞാനൊന്ന് പോയിട്ട് ഒന്ന്. സാറേ കഴിച്ചുവിട് സാറേ, രാവിലെ ഒരു കച്ചവടം നടക്കട്ടെ. ഇവനെ ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ താൻ സമാധാനം പറയൂ. ഞാനും സാറ് ഇവിടെ ഇല്ലേ, പിന്നെന്തിനാ പേടിക്കുന്നേ? ഒരാളുടെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടില്ല ഈ സ്ഥാപനം ഞാൻ ഇവിടെ സ്ഥാപിച്ചേക്കുന്നത്. ഇതൊക്കെ ഇവന്റെയൊക്കെ അടവാണ്. എന്താണ് അഴിച്ചുവിട്, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. സാർ എന്തെങ്കിലും ഒരു പിടിവള്ളി ഉണ്ടെങ്കിൽ ഞാൻ എന്റെ നിക്കറിന്റെ വിളി അഴിക്കാതിരിക്കുന്നു, പക്ഷേ എനിക്ക് ഓപ്ഷൻ ഇല്ല. കൂടുതൽ ഡയലോഗ് അടിക്കല്ലേ. ഐശ്വര്യാട്ടു വലതുകാലം വെച്ചെങ്കിൽ ഇന്നത്തെ തുടക്കം നിങ്ങളാ. എന്റെ പെട്ടി നിറയ്ക്കണമെന്ന് കേട്ടോ. അല്ല പിന്നെ പേരെന്താന്ന് പറഞ്ഞു? എന്റെ പേര് സത്യശീലൻ. സത്യശീലൻ. എന്നാ കേസിനാ സാറ് പിടിച്ചത്? ബാങ്ക് കുത്തി തുറന്നേനെ. ഇയാളെ സത്യശീലൻ നല്ല വിടണ്ടേ, അസത്യശീലൻ എന്നുള്ള പേരാ വിളിക്കേണ്ടത്. 2 മിനിറ്റ് പെട്ടെന്ന് പോയിട്ട് വന്നു. സാറ് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം. വേണ്ട, സാറ് വല്ലതും കഴിച്ചോ? ഞാൻ രാവിലെ ആ ഹോട്ടലിൽ നിന്ന് കഴിച്ചായിരുന്നു. ഞാനേ വീട്ടിൽ നിന്ന് ഭാര്യ ഉണ്ടാക്കി തരുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഞാൻ ഇവിടെ ഒരു കടയുണ്ട്, ആ കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കും. ചൂട് താൻ ഇവിടെ നിന്നാണോ കഴിക്കുന്നത്? എന്ത് സ്മെല്ലാണോ? തനിക്ക് അങ്ങോട്ട് മാറിയിരുന്ന് കഴിച്ചൂടെ? സാറ് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. ഞാൻ ആ തൊട്ടപ്പുറത്തെ ലോട്ടറി കടയില്ലേ, അതിന്റെ അടുത്ത ഹോട്ടലില്ലേ, അവിടെ നിന്ന്. ആ ബംഗാളികളൊക്കെ നിറഞ്ഞ് കേറി ഇറങ്ങി വരുന്ന വൃത്തിയും വെടുപ്പും ഇല്ലാത്ത ആ ചവറ് കടയെന്ന് അല്ലേ? അതിന് നല്ല വൃത്തിയുള്ള കടയാ സാറേ എന്റെ ഈ സ്ഥാപനം. ഞാൻ ഇവിടെ ഇരുന്ന് എങ്ങനെയാണോ ഇതൊക്കെ കഴിക്കണത്? എനിക്ക് ഓക്കാനം വേണം സാർ. എന്റെ ഈ ചെറിയ സ്ഥാപനത്തെ അങ്ങനെ പുച്ഛിച്ച് തള്ളരുത്. എത്ര 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആൾക്കാർ ഇറങ്ങി വന്നാലും ഇവിടെ കയറി ഇറങ്ങിയിട്ടാണ് അവർ നല്ല ഐശ്വര്യമായിട്ട് സമാധാനത്തോടെ പോകുന്നത്. അതുകൊണ്ട് ഇതിനെ ചെറുതായിട്ട് സാർ കാണരുത്. അല്ലടോ, ഇത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് നല്ല ലാഭമുള്ള പരിപാടിയാണല്ലോ. ലാഭം ഉണ്ടായിട്ടല്ലേ ഞാൻ നടത്തുന്നേ. മറ്റുള്ളവരെ കൊണ്ട് പണി എടുപ്പിച്ചിട്ട് താൻ ഇവിടെ കസേര ഇട്ടിരുന്ന് കാശ് മേടിക്കണത്. ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങി ഓടെ നടക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണോട്ടാ, ഇല്ലെങ്കിൽ വയറ് ചാടി ചാടി ഇങ്ങോട്ട് വരണുണ്ട്. എന്റെ വയറ് ചാടുന്നുണ്ടോ? സാറേ 24 മണിക്കൂറും ചാടി നടക്കുന്ന തവളയുടെ വയറ് കുറയുന്നില്ല, എന്നിട്ടാണ് എന്റെ വയറ് കുറയ്ക്കാൻ സാറ് നോക്കുന്നത്. സാർ ഇതൊക്കെ എവിടെ നിന്നാണ് പഠിച്ചിട്ട് വന്നത്? അവൻ കേറിട്ട് കാണുന്നില്ലടോ, ഞാൻ പോയിരുന്നു നോക്കണോ? എന്റെ സാറേ, ഒരാൾ അതിന്റെ അകത്ത് കയറുമ്പോഴാണ് സമാധാനം കിട്ടുന്നത്. അയാൾ സമാധാനത്തോടെ അവിടെ ഇരിക്കട്ടെ. ഫുൾ ടൈം ഇതിന്റെ പിന്നാലെ വിലങ്ങുമായിട്ട് നിൽക്കുക. പിന്നെ എന്നാ ചെയ്യുന്നത്? എന്തോ കണ്ടോ, സിനിമാ നടികളാണ് എന്റെ സ്ഥാപനത്തിൽ വരുന്നത്, മനസ്സിലായോ? തന്റെ സെലിബ്രിറ്റീസ് ഒക്കെ ഈ മാട്ട ഇതിനകത്ത് വന്ന് മൂത്രമൊഴിക്കും. മാട്ടാന്ന് സാർ പറയുന്നത്. എത്ര സെലിബ്രിറ്റി ആയാലും മുട്ടി കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരും. അതല്ലേ നമ്മുടെ സിനിമാ നടൻ നോബിയില്ലേ, എന്റെ സ്ഥിരം കസ്റ്റമർ. പിന്നെ അതുപോലെ എലീന പടിക്കല്, ദയാന, ശ്രീവിദ്യ, ഇവരൊക്കെ ഇവിടെ കേറുമ്പോ വരുന്ന മുഖം എങ്ങനെയാ വരുന്നത്. ഇറങ്ങി പോകുമ്പോ എന്തൊരു ഐശ്വര്യം. എനിക്കൊരു വിഷിങ്ങും ടിപ്പും ഒക്കെ തന്നിട്ട് അവര് പോകുന്നത്. സാർ ഇതിനെ അങ്ങനെ നിസ്സാരമായിട്ട് സാർ കാണരുത്. ഓരോന്നിനും ഓരോ വില കൊടുക്കണം. ഹലോ മാഡം, വേർ ആർ യു ഗോയിങ്? അയ്യടാ, ഞാൻ വേറെ ആരുടെയും കൂടെ പോയിട്ടില്ല. എന്റെ ഭർത്താവിന്റെ കൂടെ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. ഇത് എവിടെ ചെന്നാലും ഈ ചോദ്യമാണ്, വേറെ ആരുടെ കൂടെ പോയി, വേറെ ആരുടെ കൂടെ പോയി. അയ്യോ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ നിങ്ങളുടെ ഈ പത്രാസും ഈ ഗെറ്റപ്പും ഈ സ്റ്റൈലൊക്കെ കണ്ടപ്പോ ഞാനൊരു ഇംഗ്ലീഷ് ചോദിച്ചതാ, എവിടെ പോകുന്നു എന്ന്, അല്ലാതെ വേറെ ആരുടെ കൂടെ പോയിട്ടല്ലേ ചോദിച്ചത്. ഞാൻ വേറെ എവിടെ പോവാൻ ഇവിടെ തന്നെ വന്നതാ. ഇവിടെ തന്നെ? അതെ മാഡം, ഒരു സംശയം. മാഡം ആ ലോട്ടറി കടയുടെ തൊട്ടപ്പുറത്തെ ഹോട്ടലിൽ നിന്നാണോ ഫുഡ് കഴിച്ചത്? അവിടുന്നാ കഴിച്ചത്. ചേട്ടാ എത്രയാ? ഒന്നും തന്നില്ലേലും കുഴപ്പമില്ല, ആ മുഖത്തെ സന്തോഷം മതി. നാളെയും പറഞ്ഞേ. അയ്യോ ജെൻസ്, വായിക്കാൻ അറിയില്ലേ? അല്ല, ഈ സമയത്ത് നമുക്ക് കണ്ണും മൂക്കൊന്നും ഇല്ല സാറേ, അതാണ്. വായിക്കാൻ അറിഞ്ഞൂടെ ഇംഗ്ലീഷ് ഒന്നും? സാർ ഇരിക്കും. വേണ്ട വേണ്ട വേണ്ട. എടാ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? എന്താ സാർ? ആ ഹോട്ടലിൽ തന്റെ അളിയിൽ നടത്തണോ ലോട്ടറി കട തൊട്ടിപ്പുറത്തെ ഹോട്ടലിൽ? അല്ല അല്ല, അവിടെ ഫുഡ് കഴിക്കണവരൊക്കെ നേരെ ഇങ്ങോട്ട് വരണ്ടേ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ടൈപ്പ് ഉണ്ടോ? ഒരു അന്തർധാര? സാർ ഇവിടെ ഒരു കസ്റ്റമറിനെ കൊണ്ടുവന്നല്ലേ, സാർ കേസ് അന്വേഷിക്കാൻ വന്നൊന്നും അല്ലല്ലോ. സാർ ഇവിടെ ഇരിക്കും സാറേ. വേണ്ട വേണ്ട വേണ്ട. എടോ, അവനെ കാണാനല്ലേ, ഞാനൊന്ന് കയറി നോക്കാം.
ഒരു 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം സാർ. ഇല്ലടോ ഞാനൊന്ന് നോക്കട്ടെ. സാർ ഇപ്പൊ നോക്കേണ്ട കാര്യമില്ലെന്ന്. എന്റെ സ്ഥാപനത്തിൽ വരുന്ന ആളെ സാർ എന്തിനാ ഒളിഞ്ഞു നോക്കുന്നേ? മോഷണ കേസിലെ പ്രതിയാണ്. മോഷണ കേസിലെ പ്രതിയാണെങ്കിൽ സാറിന്റെ പോലീസ് സ്റ്റേഷന്റെ അധികാരം സാറിന്റെ പോലീസ് സ്റ്റേഷൻ ഇരുന്നാൽ മതി. എന്റെ കമ്പർ സ്റ്റേഷനിലെ ഹീറോ ഞാനാണ്. അപ്പൊ ഞാൻ പറയുന്ന രീതി സാർ കേട്ടാണ്. അല്ല താൻ കയറി നോക്കണോ? ഞാൻ കയറി നോക്കാം. എന്തേ? പിന്നെ അത് ഞാൻ ഒളിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞ സാർ എന്നെ കള്ളക്കേസ് കൊടുക്കാനല്ലേ? നടക്കുകയല്ല. അവനിങ്ങ് വന്നോളും. സാറ് മിണ്ടല്ലേ? ഒന്ന് നോക്കണോന്ന്. എന്ത് വർത്തമാനാണ് സാറേ പറയുന്നത്? അവൻ അവിടെ വന്നോളെന്ന് പറഞ്ഞു. ഇതിന് വേറെ വഴിയൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ. സത്യശീല എടോ അനക്കൊന്നും കേക്കണില്ലടോ. ഞാനൊന്ന് നോക്കട്ടോ. സാറ് നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? മാറി ഞാനൊന്ന് നോക്കും. എങ്ങനെ? ഞാൻ സാറേ ചുമ്മാ പിള്ളകളി കളിക്കല്ലേ? ലേഡീസ് ഉള്ള കമ്പാർട്ട്മെന്റ് കമ്പർ സ്റ്റേഷന്റെ അകത്ത് സാറ് എന്റെ അനുഭവം തമാശ കളിക്കാം. മറികട ഞാൻ നോക്കട്ടാ. എന്റെ ജോലിയുടെ പ്രശ്നമാ. സാർ അത്ര ഷോ കാണിക്കുകയാണെങ്കിൽ എനിക്കും ഷോ കാണിക്കാൻ അറിയാം. പോലീസുകാർക്ക് എന്നെ ഇവിടെ കൊമ്പുണ്ടോ? ഇത് ഞാൻ വീഡിയോ അയച്ച് നിക്കവിടെ. ഇവിടെ പൊങ്ങി നോക്കി സാറേ, എന്നാലേ കാണത്തുള്ളൂ. ഇവിടെ പൊങ്ങി ഇത് അറിയിക്കേണ്ടവരെ ഞാൻ അറിയിച്ചോളാം. അതിനെ കൂടെ നോക്കിയിട്ടൊന്നും കാണാൻ പറ്റണല്ലോ. അത് കാണാൻ പറ്റിയല്ല. അവൻ ഇറങ്ങി പോയാ പോയില്ലേ? നീ ഒറ്റ ഒരു നിന്റെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ ആ വില കഴിച്ചു കൊടുത്തത്. അതെ. അവനെവിടെ പോയടാ? അവരെവിടെ പോകാനാണ്? ഇപ്പൊ ഈ സാധനം ലോകം മൊത്തം പോയിട്ടുണ്ട്. ഇതിന് സമാധാനം പറഞ്ഞിട്ട് എന്ത് സമാധാനം? ആരാ ഇതിന്റെ ഇടയ്ക്ക് വിളിക്കണത്? അയ്യോ സാറാണല്ലോ. സാറേ നമസ്കാരം. ഹലോ സാറേ പറഞ്ഞോ. താൻ എന്തൊക്കെയാണ് കാണിക്കുന്നത്? തനിക്ക് 6 മാസം സസ്പെൻഷൻ ആണല്ലോ. എനിക്ക് 6 മാസം സസ്പെൻഷനാ? എന്തിനാണ് സാറേ? ലേഡീസിന്റെ ബാത്റൂമിൽ താൻ നിനക്കറിയാം ഒളിഞ്ഞു നോക്കിയത്. അതിന്റെ വീഡിയോ ഉൾപ്പെടെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. സാറേ അത് ഞാൻ മനഃപൂർവ്വം നോക്കിയതല്ല. നമ്മുടെ ഒന്നും പറയണ്ട. തനിക്ക് സസ്പെൻഷൻ. അത് സാർ കോടതി. സാറേ ഹലോ അറബിക്കടലിളകി വരുന്നേ ആകാശ പൊന്നു. എന്തോ ഞാനിതിനെ വിളിച്ചു നോക്കിയത്. നീ വീഡിയോ എടുത്ത് നീ പോസ്റ്റാക്കിയ? അതെ സാറേ, എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്യും. അപ്പൊ എന്റെ ജോലി നീ കളഞ്ഞു? ഞാൻ കളയും. എനിക്ക് 6 മാസം സസ്പെൻഷൻ ആണോ? സാറിന്റെ സസ്പെൻഷൻ വരണം. ഞാൻ പറഞ്ഞേക്കാം. പോലീസ് സ്റ്റേഷനിൽ എന്നെ എടുത്തിട്ടിരിക്കും. ഓടാൻ പറ്റിയ സമയം. സാറേ നാളെ സാറിന്റെ പ്രതി ഓടിപ്പോകുന്നു. പ്രതിയാണ് ഓടിപ്പോയിട്ടോ. സാറിങ്ങി വന്നി. എന്താണോ? അവൻ മൂത്രം അടിച്ചിട്ട് പോയ 2 രൂപ തന്നിട്ടില്ല. ആ പൈസ സാറ് തരണം. അയ്യോ പേടിക്കണ്ട.